വെൽക്കം ടു ശ്രീ സിസ്റ്റേഴ്സ്. എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് കരുതുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ അമ്മ വീട്ടിൽ പോകാൻ പോവാണ്. ആ വീഡിയോ ആണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഓൾറെഡി ഞങ്ങളുടെ അപ്പച്ചൻ്റെ വീട്ടിൽ പോയിട്ട് വന്നതേ ഉള്ളൂ. ഇന്ന് നമുക്ക് ചോറുണ്ണണം. ചോറിട്ടിട്ട് അപ്പം ഞങ്ങൾ അലക്കി കുറച്ച് ഡ്രസ്സ് വിരിച്ചുകൊണ്ടിരിക്കുകയാണ്. കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. അപ്പോഴാണ് ഞാൻ വ്ളോഗ് എടുക്കാമെന്ന് ആലോചിച്ചത്. അപ്പോൾ തുണി വിരിച്ചിടണം, കഴിക്കണം. എന്നിട്ട് നമ്മൾ നേരെ നമ്മുടെ അമ്മ വീട്ടിലേക്ക് പോകും. അമ്മ വീട് ചെങ്ങന്നൂരാണ്. അപ്പോൾ അവിടെ ചെന്നിട്ട് ഞാൻ എന്തുമാത്രം വീഡിയോ എടുക്കുമെന്ന് എനിക്കറിയത്തില്ല. എന്നാലും പറ്റുന്നത്രയും വീഡിയോ എടുത്തിട്ട് നിങ്ങളെ ഞാൻ കാണിക്കാം. അപ്പോൾ ഓക്കെ, നമുക്ക് പോയി തുണി വിരിച്ചിട്ട് ചോറിനിട്ട് പോകാം. അപ്പോൾ ഗൈസ്, നമ്മളങ്ങനെ യാത്ര തുടങ്ങി. ആദ്യം ബസ്സിൽ പോയി, പിന്നെ ഓട്ടോയിൽ പോയി, പിന്നെ ഫൈനലി നമ്മൾ അമ്മ വീട്ടിൽ ചെന്നു. അവിടെ ചെന്നപ്പോൾ സ്മാർട്ട് ടി വിയിൽ അനിയന്മാർ യൂട്യൂബ് ഗെയിമൊക്കെ കളിക്കുമായിരുന്നു. ഇതാണ് ഇളയാൾ അനിക്കുട്ടൻ. അത് കഴിഞ്ഞ് ഞങ്ങളെല്ലാം കൂടി ഇങ്ങനെ വട്ടത്തിരുന്ന് വർത്താനൊക്കെ പറഞ്ഞ് ഇങ്ങനെ കളിച്ചിരിച്ചിരിക്കുമായിരുന്നു. അതാണല്ലോ ഏറ്റവും സ്പെഷ്യലെന്ന് എനിക്ക് തോന്നുന്നു. അമ്മ വീട്ടിൽ ചെല്ലുമ്പം അമ്മച്ചിയുടെ കൂടെ, ഞങ്ങൾ അമ്മച്ചിന്നാണ് വിളിക്കുന്നത്, അമ്മയുടെ അമ്മ, ഇങ്ങനെ വട്ടത്തിലൊക്കെ ഇരുന്ന് വർത്താനം പറഞ്ഞ് അങ്ങനെ ഇരിക്കുക. അത് കഴിഞ്ഞ് അമ്മ ഉണ്ടാക്കി കിണ്ണനപ്പമൊക്കെ ഞാൻ കഴിച്ചു. ഇങ്ങനെ ഞങ്ങളെല്ലാം കഴിച്ച് വർത്താനമൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കുകയായിരുന്നു. അതാണ് മൂത്ത അനിയൻ അമ്മൂനും. അത് കഴിഞ്ഞ് ഞങ്ങളെല്ലാം കൂടെ ഞങ്ങളുടെ കൊച്ചിച്ചമ്മയുടെ കടയിലോട്ട് പോയി. അവിടെ ചെന്ന് കുറേ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. പിള്ളേരെല്ലാം കൂടെ സിപ്പപ്പ് എല്ലാം കൂടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ എനിക്ക് തോന്നുന്നു ഞാൻ ആദ്യമായിട്ടാണ് സിപ്പപ്പ് കഴിക്കുന്നത്. എന്തായാലും നല്ല രുചിയായിരുന്നു. പക്ഷേ അത് പൊട്ടിച്ചപ്പോൾ കുറേ വെളിയിൽ പോയി എന്നുള്ളതാണ് വേറൊരു കാര്യം. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ സത്യം പറഞ്ഞാൽ വീഡിയോ എടുക്കാൻ മറന്നു. അതെല്ലാം കഴിഞ്ഞ് കുളിച്ച് നമ്മൾ ഗണപതി അമ്പലത്തിൽ, നമ്മുടെ അടുത്താണ് വിഘ്നേശ്വര ക്ഷേത്രം, ഗണപതി അമ്പലത്തിൽ പോയി തൊഴുതു. രാത്രിയിൽ വന്നു. ഞാൻ അതിൻ്റെ വീഡിയോ എടുത്തില്ല. അത് കഴിഞ്ഞ് നമ്മൾ വൈകിട്ട് ചപ്പാത്തി മുട്ടക്കറിയൊക്കെ കഴിച്ചു. പിന്നെ രാത്രിയിൽ അമ്മച്ചി മാങ്ങ ചെത്തി തന്നായിരുന്നു. അന്ന് നല്ല അടിപൊളി മാങ്ങയാണ്. സത്യം പറഞ്ഞാൽ എനിക്ക് ഈ ഓഡിയോ കൊടുക്കുമ്പോൾ തന്നെ വായിൽ വെള്ളം ഊറുന്നത്, അതുപോലെ മധുരമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ സർവമായ മൂവി കണ്ടു ഹോട്ട്സ്റ്റാറിൽ. അങ്ങനെ രാത്രിയിൽ കിടന്നു. അത് ആ ഫാനിലെ ലൈറ്റ് ഫുള്ള് ഞാൻ എടുത്തു. ഫാനിലെ ലൈറ്റില്ലേ അത് ഫുള്ളെടുത്തു. പിന്നെ അത് കഴിഞ്ഞ് രാവിലെ എഴുന്നേറ്റിട്ട് വീണ്ടും എഴുന്നേറ്റിട്ട് സർവമായ കുറച്ചുകൂടെ കാണാനുണ്ടെന്ന് അതുകൂടെ കണ്ടു. പിന്നെ നമ്മൾ ചായ കാപ്പി എല്ലാം കുടിച്ചു. അത് കഴിഞ്ഞ് നേരെ നമ്മൾ ഗണപതി അമ്പലത്തിൽ പോയി. അവിടുന്ന് പ്രസാദമൊക്കെ കിട്ടി. അതിന് ശേഷം വീണ്ടും നമ്മൾ ഞാനാമ്മച്ചിയുടെ വീട്ടിൽ പോയി ഞങ്ങളുടെ ഉണ്ണിമോളെ കാണാൻ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് വന്നപ്പോൾ അമ്മച്ചി മുളകും പിന്നെ ഈ പാവയ്ക്കയും കൂടെ ഇങ്ങനെ തൈര് പുരട്ടി ഉണക്കാൻ വെച്ചേക്കുക സംഭവം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞ് നമ്മുടെ അമ്മായിയുടെ കൊച്ചുമോനാണ് ദീച്ചൂട്ടൻ. അവരിപ്പോൾ ബാംഗ്ലൂരിൽ നിന്ന് അവധിക്ക് വന്നു. അപ്പോൾ കുഞ്ഞിൻ്റെ കൂടെ കുറേ നേരം വർത്താനം പറഞ്ഞു കളിച്ചു. പിന്നീട് നമ്മൾ നമ്മുടെ സൂപ്പർ ലഞ്ച് കഴിക്കാൻ വന്നു. നല്ല കൂട്ടാനായിരുന്നു. പരിപ്പും മാങ്ങാപ്പച്ചടിയും ബീട്രൂട്ട് തോരനും ഇഞ്ചിക്കറിയും അച്ചാറ് സൂപ്പറായിരുന്നു. അപ്പോൾ കുഞ്ഞാണെങ്കിലും കഴിച്ചിട്ട് പെട്ടെന്ന് ഓടി വന്ന് വീണ്ടും കളിക്കാൻ. അങ്ങനെ നമ്മൾ ലഞ്ചെല്ലാം കഴിച്ച് സത്യം പറഞ്ഞാൽ ഞാൻ നല്ലൊരു ഉറക്കം ഉറങ്ങി. ചിപ്പും ദീച്ചൂട്ടനൊക്കെ കളിയായിരുന്നു. അത് കഴിഞ്ഞപ്പം ഒരു ഐസ്ക്രീമും കഴിച്ചു. പിന്നെ നമ്മൾ യൂട്യൂബിൽ സ്മാർട്ട് ടി വിയിലാണെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ എടുത്ത് കാണാൻ നല്ല രസമുണ്ടായിരുന്നു. പിന്നീട് വീണ്ടും വൈകിട്ട് ഞങ്ങൾ അമ്പലത്തിലോട്ട് പോയി. നല്ല രസമാണ് ഇങ്ങനെ രാത്രി അമ്പലത്തിൽ പോകാൻ. അതെല്ലാം കഴിഞ്ഞ് അവിടെ കണ്ടൊരു കാഴ്ചയാണ്. എന്ത് പട്ടികളാണെന്ന് നോക്കിയാൽ ഞങ്ങൾ ഞെട്ടിപ്പോയി. ഈ പട്ടികളാണെങ്കിൽ ചെരുപ്പ് എടുത്തുകൊണ്ട് പോയായിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് തന്നെ ചെരുപ്പ് തിരിച്ച് കിട്ടിയേ. അത് കഴിഞ്ഞ് നമ്മുടെ ഏറ്റവും സ്പെഷ്യൽ അമ്പലത്തിൽ നിന്ന് ഉണ്ണിയപ്പം കിട്ടി, പ്രസാദം കിട്ടി. പിന്നെ രാത്രിയിൽ നമ്മൾ ബ്രെഡ് റോസ്റ്റ് ആയിരുന്നു കഴിക്കാൻ. അതെല്ലാം കഴിച്ച് കിടന്നുറങ്ങി. പിന്നെ അത് കഴിഞ്ഞ് രാവിലെ എഴുന്നേറ്റു പതിവ് പോലെ ചായ കാപ്പി കാര്യങ്ങളെല്ലാം കുടിച്ചു. പിന്നെ രാവിലെ പൂരിയായിരുന്നു. അതും കഴിഞ്ഞ് നമ്മൾ ഉച്ചയ്ക്ക് ലഞ്ച് കൊണ്ടു. ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ആറ് കാണാൻ പോയി. പിന്നെ കുറേ സംഭവങ്ങളുണ്ട്, അതിൻ്റെ ഒന്നും വീഡിയോ എടുത്തില്ല. അങ്ങനെ നമ്മൾ അമ്മ വീട്ടിൽ നിന്ന് തിരിച്ചു വന്നു. പിന്നെ ഇടയ്ക്ക് വന്നപ്പോൾ കുറച്ച് സാധനമൊക്കെ വാങ്ങിച്ചായിരുന്നു. അങ്ങനെ നമ്മൾ അവസാനം വീട്ടിലെത്തി. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ബൈ ബൈ.